UDFന് ഭരണം കിട്ടിയാൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി? കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം നടക്കാനുള്ള വിദൂരമായ സാധ്യതകൾ പോലുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒന്നാമത്തെ മത്സരാർത്ഥി രമേശ് ചെന്നിത്തലയാണ്. KSU സംസ്ഥാന പ്രസിഡന്റ്, NSY ദേശീയ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ്, 28ാം വയസ്സിൽ K കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രി, AICC ജനറൽ സെക്രട്ടറി, 2005 മുതൽ 2014 വരെ KPCCയുടെ പ്രസിഡന്റ്, 2014 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി, 2016 മുതൽ 2021 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കെ 5 മന്ത്രിമാർക്കാണ് ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ദീർഘകാലത്തെ എക്സ്പീരിയൻസ്, മതസാമുദായിക സംഘടനകളുമായുള്ള സൗഹൃദം, ഘടകകക്ഷികളുമായുള്ള അടുപ്പം, ഇതൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കുള്ള പ്ലസ് ആണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കോൺഗ്രസിലെ അടുത്ത പ്രമുഖൻ അഡ്വക്കേറ്റ് VD സതീശനാണ്. MG യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ, NSYയുടെ ദേശീയ സെക്രട്ടറി. 1996 പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടുകൊണ്ടാണ് പാർലമെന്ററി പൊളിറ്റിക്സിന്റെ തുടക്കം. 2001 മുതൽ ഇങ്ങോട്ട് പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ആധികാരികമായിട്ടുള്ള നിയമസഭാ വിജയങ്ങൾ. AICC സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2001 മുതൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. 16 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ തോമസ് ഐസക്കുമായി നടത്തിയ ലോട്ടറി സംവാദത്തോടെയാണ് അഡ്വക്കേറ്റ് VD സതീശൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ നേതാവായി മാറുന്നത്. വാല് മുറിഞ്ഞുപോയ ആ സംവാദത്തിന്റെ അനുഭവം ഡോക്ടർ തോമസ് ഐസക്ക് പങ്കുവെച്ചതുകൊണ്ടാവണം ഇത്തവണ പ്രതിപക്ഷ നേതാവുമായുള്ള സംവാദത്തിൽ നിന്നും പിന്മാറാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുത്തത്. കേരളത്തിൽ UDFന് ഭരണം ലഭിച്ചാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യതയുള്ളയാൾ?